അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. ഇന്നലെ മുഖ്യമന്ത്രിയോട് പലതവണ പത്രക്കാർ ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് വർത്തമാനം പറയാൻ മടിയുള്ള ആളല്ല. ആരെ വേണമെങ്കിലും ചീത്ത വിളിക്കും. എന്താണ്, പാർലമെന്റ് മെമ്പറെ പരനാറി എന്ന് വിളിക്കും. ജി സുധാകരനെ പോലെ ദിഷണാവൈഭവമുള്ള ഒരു മുൻ CPM-കാരനെ ചെറ്റയെന്ന് വിളിക്കും. ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിക്കും. അങ്ങനെ പറയാൻ മടിയൊന്നുമില്ല. പക്ഷെ പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് മാത്രം മറുപടിയില്ല. എന്നിട്ട് ഇന്നലെ പത്രക്കാരോട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു, സംവാദത്തിന് തയ്യാറാണ്. ഒരാവേശത്ത് പറഞ്ഞതാണ്. ഇന്നിതാ മിനിറ്റുകൾക്ക് മുമ്പ് പിണറായി വിജയൻ മാറ്റി പറഞ്ഞിരിക്കുന്നു, ഞാൻ FP-യിൽ സംവാദത്തിന് തയ്യാറാണ്. അതെന്ത് സംവാദമാണ്? FP-യിലാണോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംവദിക്കേണ്ടത്? കേരളത്തിന്റെ തെരുവിൽ പരസ്യമായി മൈക്ക് കെട്ടിയിട്ടല്ലേ? ആളുകളുടെ മുമ്പിലല്ലേ? എന്താ ചെയ്യാത്തത്? ഈ മനുഷ്യനെയാണോ നിങ്ങൾ ഇരട്ടച്ചാങ്കുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വിളിച്ചാൽ ഒളിച്ചോടുന്നത് 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവ് പക്ഷെ 10 കൊല്ലവും ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ? ഭരിക്കുന്നവർക്ക് ഉത്തരവില്ല എന്നതാണ് അതിനർത്ഥം. ഒളിച്ചോടുകയാണ്, ഗവൺമെന്റ് ഒളിച്ചോടുകയാണ്. വർഗീയവാദികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ആക്ഷേപിക്കുകയും അവനവന്റെ കാര്യം വരുമ്പോൾ എന്ത് വൃത്തികേടും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഭരണകൂടമാവുക. ഒറ്റൊന്നു മതി, വോട്ട് വേണം, എങ്ങനെയെങ്കിലും ഭരിക്കണം, അവനവന്റെ കുടുംബത്തിന് വേണ്ടി സുഖമായി കട്ടുമുടിക്കണം എന്നതിനപ്പുറത്തൊന്നുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി.